കാർഷിക വൃത്തി തുടങ്ങിയപ്പോൾ മുതലുള്ള മനുഷ്യന്റെ പ്രകൃത്യാരാധനയുടെ ശേഷിപ്പുകളാണ് കൊടുങ്ങല്ലൂർ ഭരണിയെ മറ്റുത്സവങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഭദ്രകാളി ആരാധനയിലൂന്നിയ കേരളത്തിന്റെ കാവുചരിത്രത്തിന്റെ നേരുദാഹരണമാണ് കൊടുങ്ങല്ലൂർ കുരുമ്പക്കാവിലെ ഭരണി ഉത്സവം. പേരിൽ മാത്രമേ ഇന്ന് കാവുള്ളുവെങ്കിലും ചടങ്ങുകളിൽ ഇന്നും ചരിത്രത്തിന്റെ ശേഷിപ്പുകൾ അവശേഷിക്കുന്നു. തെറിപ്പാട്ടും കോഴിവെട്ടും തലവെട്ടിപ്പൊളിക്കുന്ന കോമരങ്ങളുമൊക്കെയായി ഭയത്തിന്റെയും അത്ഭുതത്തിന്റെയും ലോകമാണ് കൊടുങ്ങല്ലൂർ ഭരണി മലയാളിക്ക് സമ്മാനിക്കുന്നത്. കേരളത്തിന്റെ വിശ്വാസ ചരിത്രത്തിൽ പ്രഥമ സ്ഥാനമാണ് കൊടുങ്ങല്ലൂരിനുള്ളത്. കേരളത്തിൽ ഉണ്ടായിട്ടുള്ളതും നിലനിൽക്കുന്നതുമായ എല്ലാ വിശ്വാസങ്ങളും ഉണ്ടായിരുന്ന ഒരിടം. സംഘകാലഘട്ടത്തിലെ പ്രധാന തുറമുഖ നഗരമായിരുന്നു കൊടുങ്ങല്ലൂർ. നാനാദേശത്തു നിന്നും ആ തുറമുഖ നഗരത്തിലേക്ക് എത്തിയവർ കച്ചവടത്തിനൊപ്പം അവരുടെ വിശ്വാസങ്ങളും കൊടുങ്ങല്ലൂരിലേക്ക് വ്യാപിപ്പിച്ചു. മുസ്ലിം, ക്രിസ്ത്യൻ തുടങ്ങിയ മതങ്ങൾ കേരളത്തിലേക്ക് വരുന്നത് തന്നെ കൊടുങ്ങല്ലൂർ വഴിയെന്നാണ് ചരിത്രം പറയുന്നത്. അതിനു മുമ്പേ നിലനിന്നിരുന്നതാണ് കൊടുങ്ങല്ലൂർ കാവ് എന്ന് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു. ലിഖിത രേഖകൾ കുറവെങ്കിലും കാവിലെ മിക്ക ആചാരങ്ങൾക്കും ഗോത്രകാലത്തോളം പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നു. സംഘകാലഘട്ടവുമായി ബന്ധപ്പെട്ടാണ് കൊടുങ്ങല്ലൂർ കാവിന്റെ ചരിത്രം ഏറെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. മധുരാപുരി ചുട്ടരിച്ചെത്തിയ കണ്ണകിയെ ചേരൻ ചെങ്കുട്ടവൻ തന്റെ ആസ്ഥാനമായിരുന്ന കൊടുങ്ങല്ലൂരിൽ കുടിയിരുത്തി എന്നാണ് കൊടുങ്ങല്ലൂർ കാവിനെപ്പറ്റി ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു വിശ്വാസം. ഇതിനെപ്പറ്റി ഏതാനും സംഘകാല കൃതികളിൽ പ്രതിപാദിക്കപ്പെടുന്നുമുണ്ട്. എന്നാൽ കാവിന്റെ ചരിത്രവും കണ്ടെത്തലുകളും കഥകളും ഒന്നും അതിലൊതുങ്ങുന്നതല്ല. കേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിൽ ഏറ്റവും പുരാതനമെന്ന് വിലയിരുത്തപ്പെടുന്നു കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രം. നമ്മളെല്ലാവരും കേട്ട് ശീലിച്ചിട്ടുള്ള കൊടുങ്ങല്ലൂർ ഭരണി എന്നതൊരു ഉത്സവമാണ് എന്നുപോലും പറയാനായിട്ട് സാധിക്കില്ല. അതല്ലെങ്കിൽ അതെന്താണെന്ന് വിശദീകരിക്കുക തന്നെ സാധ്യമല്ലാത്ത ഒന്നാണ്. സാധാരണ നമ്മൾ കണ്ടു ശീലിച്ച ഉത്സവങ്ങളിൽ താലപ്പൊലിയും ഘോഷയാത്രയും ആനകളുമൊക്കെയായി ആളുകൾക്ക് കാണാൻ ഒരുപാടുണ്ടാകും. അവിടെ ആളുകൾ കാഴ്ചക്കാരാണ്. എന്നാൽ കൊടുങ്ങല്ലൂർ ഭരണിയെ സംബന്ധിച്ചിടത്തോളം ഭരണിയിൽ ആരും കാഴ്ചക്കാരല്ല, എല്ലാം പങ്കാളികളാണ്. സ്വയം അതിൽ ഇഴുകിച്ചേർന്നാൽ മാത്രമേ ഭരണി ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. ഭരണി കാണാൻ വേണ്ടി എത്തുന്നവർ വളരെ തുച്ഛമായിരിക്കും. അങ്ങനെ വരുന്നവർക്ക് പോലും കാഴ്ചക്കാരായി മാത്രം നിൽക്കാൻ കഴിയില്ല. അതുതന്നെയാണ് കൊടുങ്ങല്ലൂർ ഭരണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. വടക്ക് മൂകാംബിക, മധ്യത്തിൽ കൊടുങ്ങല്ലൂർ, തെക്ക് കന്യാകുമാരി, ഈ 3 ദേവിമാരാണ് കേരളത്തെ കാക്കുന്നത് എന്നുണ്ടൊരു വിശ്വാസം. കേരളത്തിൽ ഏതാണ്ട് മധ്യഭാഗത്തായാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെന്നല്ല, ഇന്ത്യയിലെ തന്നെ മറ്റൊരു ക്ഷേത്രത്തിലുമില്ലാത്ത വിശേഷ രംഗങ്ങളാണ് ഭരണിക്കാലത്ത് കൊടുങ്ങല്ലൂരിൽ കാണുക. 34 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണത്. കുംഭമാസത്തിലെ ഭരണി നാളിലാണ് കൊടുങ്ങല്ലൂർ കാവിൽ കൊടിയേറുക. കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിലെല്ലാം തന്നെയും മന്ത്രതന്ത്രാദികളോടെ ബ്രാഹ്മണരായ തന്ത്രിമാർ കൊടിയേറ്റ് നിർവഹിക്കുമ്പോൾ കൊടുങ്ങല്ലൂരിൽ അവിടെ തുടങ്ങുന്നു പ്രത്യേകതകളും വ്യത്യസ്തതകളും. മലയരയന്മാർക്ക് ആധിപത്യമുണ്ടായിരുന്ന ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ എന്നാണ് ഒരു സങ്കല്പം. ഭരണി സമയത്ത് സുഹാസിനി പൂജയടക്കമുള്ള പൂജകൾ മലയരയന്മാർ ക്ഷേത്രത്തിലെത്തി നടത്താറുണ്ട്. ശരിക്കും പറഞ്ഞാൽ വാദ്യങ്ങളോ ഘോഷയാത്രയോ വെടിക്കെട്ടോ ഒന്നുമില്ലാത്ത അനാർഭാടമായ ഒരു ഉത്സവമാണ് ഭരണി. വർണ്ണാഭമായ താലപ്പൊലി ഉത്സവം കണ്ടിട്ടുള്ള ഒരാൾക്ക് 2 മാസത്തിനപ്പുറം ഭരണി ഉത്സവം കാണുമ്പോൾ രണ്ടും ഒരു ദേവിയുടെ ഉത്സവം തന്നെയോ എന്ന് സംശയം തോന്നും. എന്നാലും ഭരണിയുടെ അവസാനത്തെ 4-5 ദിവസങ്ങളിൽ വലിയ തോതിൽ ഇവിടേക്ക് ഭക്തരെത്തുന്നു. മീനമാസത്തിലെ മൂലം നക്ഷത്രം മുതൽ കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഭക്തർ ക്ഷേത്രത്തിലേക്ക് വന്നു തുടങ്ങും. അശ്വതി കാവ് തീണ്ടലുമായി ബന്ധപ്പെട്ട് ഭഗവതിക്ക് നടത്തുന്ന പൂജകളിൽ ഏറ്റവും ഉത്കൃഷ്ടവും എന്നാൽ ഗോപ്യവുമായ പൂജയാണ് തൃച്ചന്ദന ചാർത്ത്. കാളീദാരിക യുദ്ധമാണ് ഈ പൂജയുടെയും അടിസ്ഥാനം. ദാരികനുമായുള്ള യുദ്ധം കഴിഞ്ഞ് മുറിവേറ്റ് ക്ഷീണിതയായിരിക്കുന്ന ദേവിക്ക് ചികിത്സ വിധിക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളാണ് പാലക്കാവേലൻ. പണ്ടുകാലത്ത് വൈദ്യസമുദായത്തിൽപ്പെട്ടവരാണ് വേലന്മാർ. പാലക്കാവേലൻ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ ഉപയോഗിച്ചാണ് ദേവിയെ ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്നത്. മഞ്ഞൾപ്പൊടിയും കരിക്കിൻ വെള്ളവും പ്രധാന ചേരുവയാക്കി ഉണ്ടാക്കുന്ന തൃച്ചന്ദനപ്പൊടിയാണ് ഈ മരുന്ന്. രേവതി നാളിൽ ക്ഷേത്രപൂജാരികളായ അടികർ ഇത് ദേവിയുടെ ദേഹമാസകലം പുരട്ടുന്നു. ഇതിനാണ് തൃച്ചന്ദന ചാർത്ത് എന്ന് പറയുന്നത്. അശ്വതി നാളിൽ മധ്യാഹ്നത്തിന് മുൻപായി ദീപാരാധന, അത്താഴപൂജ എന്നിവ കഴിച്ച് ഉടൻ തന്നെ വടക്കേ നടയും പടിഞ്ഞാറേ നടയും അടയ്ക്കും. തൊട്ടുപിന്നാലെ ക്ഷേത്രത്തിനുള്ളിൽ നിന്നും തമ്പുരാക്കന്മാർ, നാട്ടുപ്രമാണിമാർ, ക്ഷേത്ര സംബന്ധികൾ എന്നിവരല്ലാതെയുള്ള എല്ലാവരെയും പുറത്താക്കും. ഇതിനുശേഷമാണ് തൃച്ചന്ദന ചാർത്ത് ആരംഭിക്കുന്നത്. ഒരു യാമം അഥവാ 3 മണിക്കൂർ നേരമാണ് ഈ പൂജ നീളുക. ഈ പൂജ നടക്കുന്ന സമയത്ത് യാതൊരുവിധ വാദ്യാഘോഷങ്ങളും ഉണ്ടാവുകയില്ല. തൃച്ചന്ദന ചാർത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ വലിയ തമ്പുരാനും പരിവാരങ്ങളും ഓരോ പന്തീരാൻ വടിയുമായി അമ്പലത്തിന് പുറത്ത് കടന്ന ശേഷം തമ്പുരാൻ കിഴക്കേ നടപ്പൂട്ടി കിഴക്കേ ആൽത്തറയിൽ പരിവാര സമേതം എഴുന്നള്ളിയിരിക്കും. അമ്പലത്തിന്റെ കിഴക്ക് ദർശനമായി നിൽക്കുന്ന മഹാദേവന്റെ മുന്നിലായുള്ള ആൽത്തറയാണ് നിലപാട് തറ എന്നറിയപ്പെടുന്നത്. ഇവിടെ ഇരുന്നാണ് തമ്പുരാൻ അശ്വതി കാവ് നീടലിനുള്ള അനുവാദം നൽകുന്നത്. തമ്പുരാന്റെ മീതെ കോയ്മ പട്ടുകുട നിവർത്തിപ്പിടിച്ച ഉടനെ കാവു തീണ്ടാൻ പ്രധാന അവകാശിയായ പാലക്കാവേലൻ പടിഞ്ഞാറേ നടയിൽ നിന്നും പെരുമ്പറ കൊട്ടി ഇവിടെയെത്തി തമ്പുരാനോട് കാവു തീണ്ടാനുള്ള അവകാശം ചോദിക്കും.
പാലക്കാവേലൻ കാവ് തീണ്ടാൻ ഇറങ്ങിയാൽ ഉടൻ പിന്നാലെ വടക്കേ നടയിൽ നിന്നും കരിക്കൂഴി മുക്കുവരും എണ്ണിയാലൊടുങ്ങാത്തത്ര വെളിച്ചപ്പാടുകളും കാവ് തീണ്ടാൻ തുടങ്ങും. 3 തവണ ഇവർ അമ്പലത്തിന് ചുറ്റും ഓടി വലം വയ്ക്കും. ഓടുന്നതിനിടയിൽ ഇവർ അമ്പലത്തിന്റെ ചെമ്പ് പലകകളും അടിച്ചു തകർക്കും. പണ്ട് കോഴിവെട്ടുണ്ടായിരുന്ന സമയത്ത് പള്ളിവാളുകളുമായി ഓടി വലം വയ്ക്കുന്ന വെളിച്ചപ്പാടുകളും അവർ അമ്പലത്തിന്റെ ചെമ്പ് പലകകൾ അടിച്ചു തകർക്കുന്നതും കോഴിവെട്ടിന്റെ ചോരയും എല്ലാം കൂടി വലിയൊരു പടക്കളത്തിന്റെ പ്രതീതിയുണ്ടാക്കിയിരുന്നു. കാളീദാരിക യുദ്ധത്തിൽ ദേവിയുടെ പടയാളിയായി എത്തിയ കാളീകൂളികളുടെ പ്രതീകമാണ് കാവ് തീണ്ടാനെത്തുന്ന കോമരങ്ങൾ എന്നാണ് വിശ്വാസം. യുദ്ധം കഴിഞ്ഞ് തൃച്ചന്ദനച്ചാർത്തോടെ ദേവി വിശ്രമത്തിനൊരുങ്ങുമ്പോൾ കാവ് തീണ്ടി യുദ്ധം അവസാനിപ്പിച്ച് കോമരങ്ങളും മടങ്ങുന്നു എന്നാണ് സങ്കല്പം. കാവ് തീണ്ടിക്കഴിഞ്ഞ് വൈകുന്നേരത്തോടെ കാവ് വിജനമാകും. തറവാട്ടിലേക്ക് എന്ന പോലെയാണ് ഓരോ സമുദായക്കാരും കൊടുങ്ങല്ലൂർ കാവിലേക്ക് എത്തുന്നത്. അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള തറകളുണ്ട് കാവിൽ. വർഷത്തിൽ ഒരു ദിവസം കാവ് തീണ്ടാൻ കോമരങ്ങളെല്ലാം എത്തുന്ന അശ്വതി നാളിൽ ആ തറ അവർക്ക് അവകാശപ്പെട്ടതാണ്. കൊടുങ്ങല്ലൂർ കാവിലെത്തുന്ന എല്ലാവർക്കും സാധ്യതയുള്ള ഏതെങ്കിലും ഒരു ഘടകം അവിടെയുണ്ടാകും. അമ്മയോ മുത്തശ്ശിയോ വല്യമ്മയോ അങ്ങനെ സമൂഹത്തിലെ ഓരോ വിഭാഗക്കാർക്കും അവരവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരാളായി കൊടുങ്ങല്ലൂരമ്മ കൊടുങ്ങല്ലൂരിന്റെ സാമൂഹിക മനസ്സിൽ നിലനിൽക്കുന്നു എന്നതാണ് കൊടുങ്ങല്ലൂരിന്റെ പ്രത്യേകത. ചരിത്രവും ഐതിഹ്യവും മിത്തും ഇഴചേർന്ന് കിടക്കുന്ന ഒന്നാണ് കോമരങ്ങളുടെ ഭരണിപ്പാട്ട് അഥവാ തന്നാരംപാട്ട്. മീനത്തിലെ തിരുവോണം നാളിൽ കോഴിക്കല്ല് മൂടുന്ന നേരം അശ്വതി നാളിൽ കാവ് തീണ്ടുവോളം കൊടുങ്ങല്ലൂരിൽ ഭരണിപ്പാട്ടുണ്ടാവും. കൊടുങ്ങല്ലൂർ അമ്മയുമായും അമ്പലവുമായും ബന്ധപ്പെട്ട ചരിത്രവും ഐതിഹ്യങ്ങളും മിത്തുകളുമെല്ലാം ഭരണിപ്പാട്ടിന്റെ രൂപത്തിൽ കോമരങ്ങളും പരിവാരങ്ങളും പാടാറുണ്ട്. ദേവിയെ പ്രസാദിപ്പിക്കാനുള്ള പഞ്ചമകാര പൂജയുടെ ഭാഗമാണ് ഭരണിപ്പാട്ടുകൾ എന്ന് പറയാറുണ്ട്. പലർക്കും തെറിപ്പാട്ടുകൾ മാത്രമാണ് ഭരണിപ്പാട്ട്. എന്നാൽ ഇതിലൊക്കെ ഉപരി ഭരണിപ്പാട്ടിലെ അശ്ലീല ചുവയുള്ള ഈരടികൾക്ക് മനുഷ്യന്റെ കാർഷിക ജീവിതത്തോളം പഴക്കമുണ്ടെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ശരിക്കും തെറിപ്പാട്ടുകൾ വിരൽ ചൂണ്ടുന്നത് ഗോത്രാരാധന കാലത്തെ ഉർവരത ആരാധന അഥവാ ഫെർട്ടിലിറ്റി വർഷിപ്പിലേക്കാണ്. ഭരണിക്ക് കാവിലെത്തുന്നവർ ദേവിക്ക് സമർപ്പിക്കുന്ന പ്രധാന വഴിപാട് കുരുമുളകും മഞ്ഞളുമാണ്. നമ്മുടെ ഏറ്റവും വലിയ കയറ്റുമതി ഉൽപ്പന്നങ്ങളായിരുന്നു ഇവയൊക്കെ തന്നെയും. അപ്പോൾ ഈ വഴിപാടിന് തന്നെ ഏകദേശം 2000 വർഷത്തോളം പഴക്കമുണ്ടാകും എന്നാണ് കണക്കാക്കേണ്ടത്. കൊടുങ്ങല്ലൂർ കാവിലെ ഓരോ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഇത്തരത്തിൽ സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവയെല്ലാം തന്നെയും അശ്ലീലമായി തോന്നിയേക്കാം. പക്ഷേ സാംസ്കാരിക ചരിത്രം പഠിക്കുന്ന ഒരാൾക്കും തന്നെയും കൊടുങ്ങല്ലൂർ കാവിലെ ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. അത് മനുഷ്യൻ ജീവിച്ചു പോന്നിരുന്ന ഒരു ഗോത്ര കാലഘട്ടത്തിന്റെ ശേഷിപ്പുകളായി അവശേഷിക്കുക തന്നെ ചെയ്യും. കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ട് തന്നെ അത് തുടരുക തന്നെ ചെയ്യും.